ഹലോ, ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം എനിക്കിപ്പോൾ വളരെയധികം ഹേറ്റും നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. എച്ച്&ആർ ബ്ലോക്കിൽ പോയിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ എച്ച്&ആർ ബ്ലോക്ക് എന്നുള്ളത് എടുത്തു പറഞ്ഞു. അത് ശരിക്കും ഒരു ഫോൾട്ട് തന്നെയാണ്. എച്ച്&ആർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ ഫ്രാഞ്ചൈസി ആയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാ ഫ്രാഞ്ചൈസിയിലും ഒന്നിനുള്ള ഹെൽപ്പ് കിട്ടണമെന്നോ ഇല്ല. അപ്പോൾ അതിന് നമ്മൾ എച്ച്&ആർ ബ്ലോക്കിൽ തന്നെ പോകണമെന്നൊന്നും ഇല്ല. ടാക്സ് ഫയൽ ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ട് നമ്മൾ ചെയ്യിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയമൊക്കെ ആയി വരുവാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്താലും നമുക്ക് ഈ പറയുന്ന GST HST ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കുക. ആർക്കും നെഗറ്റീവിന് വേണ്ടിയിട്ടല്ല ഞാൻ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന് കിട്ടിയ ബെനിഫിറ്റ് നിങ്ങളെ പോലെ ഉള്ളവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇട്ടൊരു വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് കാനഡ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് GST, ചൈൽഡ് ബെനിഫിറ്റ്, വർക്കർ ബെനിഫിറ്റ്, ക്ലൈമറ്റ് ആക്ഷൻ ഇൻസെന്റീവ്, ഇങ്ങനെയുള്ള പൊതുവെ 4 കാര്യങ്ങൾക്കാണ് ഇത് കിട്ടാറുള്ളത്. എല്ലാവരും ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ന്യൂ കമർ ആണെന്ന് പറയാൻ പറഞ്ഞ സമയത്ത് അവർ ചെന്നിട്ട് ന്യൂ കമർ ബെനിഫിറ്റിന്റെ ഫോം ആണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഫോം ഉണ്ടെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ GST HST കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഇൻകം നമ്മൾ അവിടെ ടാക്സ് ഫയൽ